അമൃതാനന്ദമയിയുടെ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. അമൃത ആശുപത്രിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നിർധനരായ രോഗികളുടെ സൗജന്യ ചികിത്സയ്ക്കായി 25 കോടി രൂപ അമൃത ആശുപത്രി ചെലവഴിക്കും. രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് 25 കോടി രൂപ സൗജന്യ ചികിത്സയ്ക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് അമൃത ആശുപത്രി. ഒപ്പം അമൃത വിശ്വപീഠത്തിന്റെ 2 റിസർച്ച് സെന്ററുകളുടെ ഉദ്ഘാടനവും കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർവഹിച്ചു. ഒഡീഷ തീവണ്ടി ദുരന്തത്തിൽ നടന്ന മരണങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതായി ചടങ്ങിൽ അമിത് ഷാ പറഞ്ഞു. ओडिशा में एक रेल एक्सीडेंट में हमने कई लोगों का जीवन खोया है. अपने परिवार का एक व्यक्ति बीच में से अचानक चले जाना, दुर्घटना के कारण चले जाना, ये बहुत दुखद होता है. वो दुर्घटना में जिन जिन लोगों की जान गई है और जो जख्मी हैं, वो सभी के परिवारों के प्रति मैं मेरी ओर से और भारत सरकार की ओर से संवेदना व्यक्त करता हूँ. എല്ലാ മേഖലയിലുമുള്ള അമൃതാനന്ദമയിയുടെ പ്രവർത്തനം രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് അമിത് ഷാ അഭിപ്രായപ്പെട്ടു. ഗുജറാത്തിലെ ഭൂചലനത്തിൽ വീട് തകർന്നവർക്കും അമൃതാനന്ദമയി വീട് വെച്ചു നൽകി. ശുചീകരണ പദ്ധതികളിലും സർക്കാരുമായി ചേർന്ന് അമൃതാനന്ദമയി നടത്തുന്ന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണെന്നും അമിത് ഷാ ചൂണ്ടിക്കാട്ടി. ശുചിത്വ രംഗത്ത് വിപ്ലവകരമായ പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടത്തുന്നത്. ഒപ്പം മെഡിക്കൽ രംഗത്ത് മെഡിക്കൽ കോളേജുകളുടെയും മെഡിക്കൽ സീറ്റുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.